ഹലോ! അങ്ങനെ ഒരു ചാമ്പയ്ക്കാക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഈ ചാമ്പയ്ക്ക ഇഷ്ടമല്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടാവില്ല. ഈ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ല. നമ്മുടെ ചാമ്പ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നിറയെ പൂത്ത് ഒത്തിരി ചാമ്പയ്ക്കയായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇപ്പോൾ. ഈ കുറച്ച് നാളും കൂടെ കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ നല്ല റെഡ് കളറിൽ വരും കേട്ടോ. ഇപ്പോൾ ദാ ഇങ്ങനെ ചെറുതായിട്ട് പഴുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇപ്പം തന്നെ ഇതങ്ങ് പറിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് കുറച്ച് ഉയരത്തിലായതുകൊണ്ടേ നമുക്ക് തോട്ടിയൊക്കെ വെച്ചിട്ടേ പറിക്കാൻ പറ്റുള്ളേ. ഞങ്ങളത് പറിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും കൂടെ ചാമ്പച്ചോട്ടിലേക്ക് ഓടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണ് കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ കുട്ടികളാണെങ്കിലും നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് ഇവരെല്ലാവരും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ ഇവരെല്ലാം ചാമ്പയ്ക്ക തിന്ന് കാണിക്കുകയാണ് കേട്ടോ വീഡിയോയിലൂടെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് എനിക്കിത് ഇത്രയും ചാമ്പയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല, കുറച്ചുകൂടെ പഴുത്താലേ ഇത് റെഡ് കളർ ആവത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തുമ്പിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം ചാമ്പയ്ക്ക ഞാൻ തിന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. പിന്നെ ചാമ്പയ്ക്ക കഴിക്കുമ്പോഴേക്കും ഈ ഉപ്പും മുളകും എല്ലാം കൂടെ തിരുമ്മി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ കഴിക്കാൻ വേണ്ടി ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് തിരുമ്മി എടുത്ത് കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. കീപ് വാച്ചിങ്, സ്റ്റേ ട്യൂൺ. താങ്ക് യു. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എത്ര നന്ദി പറയാനും മതിയാവത്തില്ല. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് മുമ്പോട്ടും കൂടെ ഉണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. ടാറ്റാ.